അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കഥ കേൾക്കാൻ ഇഷ്ടമുള്ള എൻ്റെ എല്ലാ ഹബീബുമാർക്കു വേണ്ടി ഈ പ്രൗഢമായ ഈ വേദിയിൽ ഞാനൊരു കൊച്ചു കഥ പറയാം. ശ്രദ്ധിച്ചു കേൾക്കണേ. ഒരിക്കൽ തിരുമുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ അനുയായികളായ സഹാബത്തിനോട് സദഖ ചെയ്യാൻ കൽപ്പിച്ചു. ഇത് കേട്ട് ഉമർ റളിയല്ലാഹു സ്വന്തം മനസ്സിനോട് പറഞ്ഞു, ഇന്ന് എൻ്റെ കയ്യിൽ ധാരാളം സമ്പത്തുണ്ട്. ഇന്ന് ഞാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ ജയിക്കുക തന്നെ ചെയ്യും, ഉറപ്പാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തൻ്റെ വീട്ടിലേക്ക് പോയി തൻ്റെ കയ്യിലുള്ള പകുതി സമ്പത്തുമായി വന്നു. ഇത് കണ്ട് നബി തങ്ങൾ ചോദിച്ചു, അല്ലേ ഉമറേ, നിങ്ങളെന്താണ് നിങ്ങളുടെ കുടുംബത്തിന് ബാക്കി വെച്ചത്? ഇത് കേട്ട് ഉമർ പറഞ്ഞു, എത്ര സമ്പത്ത് തന്നെ കുടുംബത്തിന് ബാക്കി വെച്ചിട്ടുണ്ട് നബിയെ. പിന്നീടതോ തന്റെ കയ്യിലുള്ള സമ്പത്ത് മുഴുവൻ എടുത്തു വരുന്നു. നബി തങ്ങൾ ചോദിച്ചു, നിങ്ങളെന്താണോ നിങ്ങളുടെ കുടുംബത്തിന് ബാക്കി വെച്ചത്? സിദ്ദീഖ് പറഞ്ഞു, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും ബാക്കി വെച്ചിട്ടുണ്ട് നബിയെ. കൂട്ടുകാരെ, സിദ്ദീഖുവിന്റെ ജീവിതം എത്ര മഹത്തമാണ്. അമ്പിയാക്കൾ കഴിഞ്ഞാൽ മനുഷ്യരിൽ ഏറ്റവും വലിയ മഹത്താൻ സിദ്ദീഖുമാണ്. ഇത്രയും വലിയ സ്നേഹം മഹാനവറുകൾക്ക് കിട്ടാൻ കാരണം എന്തെന്നോ? അതെ, അതു തന്നെ, നബി തങ്ങളെ അങ്ങേറ്റം സ്നേഹിച്ചു. അല്ലാഹു തആല നബി തങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കാനും അവിടത്തേക്ക് സ്വലാത്ത് ചൊല്ലാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ചു കഥ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.